നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പൊ പേപ്പറൊക്കെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ പേപ്പർ കിട്ടിയ സമയത്ത് കുറേ പേർക്ക് നല്ല സന്തോഷമായിരിക്കും. കുറേ പേർക്ക് വിചാരിച്ച പോലെ എക്സാം എഴുതാൻ പറ്റാത്ത കുറേ മക്കളുണ്ടായിരിക്കും. അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് മക്കൾ എല്ലാവരും പറയാ. ഹാപ്പി ആയിരുന്നോ അതോ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലേ എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിയും. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു മിസ്, പക്ഷെ എനിക്ക് വിചാരിച്ച പോലെ എക്സാമിന് മാർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള മക്കളാണെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എക്സാമിന് എഴുതുന്ന സമയത്ത് നമ്മൾ വേണ്ടത്ര നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ? അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ഈ എക്സാം അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാംസിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ കുറേ പേര് നന്നായിട്ട് പഠിച്ചു, ഇനി എനിക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഞാൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മക്കളെ, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സബ്ജക്റ്റിൽ നല്ല മാർക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ഹാർഡ് വർക്ക് നന്നായിട്ട് എടുക്കുക. ചിലപ്പോൾ ആദ്യം നിങ്ങൾ ഫെയിൽ ആയിന്ന് വരാം, പക്ഷെ രണ്ടാമത്തെ തവണയും ഫെയിൽ ആയിന്ന് വരാം. പക്ഷെ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന് നല്ലൊരു റിസൾട്ടും കിട്ടും. ആ ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആക്കാനും പറ്റും. സാധാരണയായിട്ട് നമ്മുടെ ഒരു വില്ലൻ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ മാത്സ് ആയിരിക്കും അല്ലേ? അപ്പൊ മാത്സ് ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന മക്കളുണ്ടായിരിക്കാം, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ആ ഒരു ഡൗട്ട് മക്കൾക്ക് ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൽ ഓർത്തെടുത്ത് എഴുതാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ നെക്സ്റ്റ് എക്സാമിന് ഷുവർ ആയിട്ട് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന് എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് മിസ് ഒരു കൃഷിക്കാരന്റെ കഥ പറഞ്ഞുതരാം. ഒരു കൃഷിക്കാരൻ മുള കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ ഒരു 5 മാസത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. മുളയാണെങ്കിൽ വളരുന്നേ ഇല്ല. പക്ഷെ അയാളെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, നീ എന്ത് മണ്ടത്തര ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ നല്ല വിഡ്ഢിയാണ്, നീ ഇത്രയും കാലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ഒരു റിസൾട്ടും കിട്ടുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അയാള് ഈ പറയുന്നതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ 2 ആഴ്ചേൻ്റെ ഉള്ളിൽ ആ ഒരു മുള വളർന്ന് 90 ഫീറ്റോളം അത്രയും ഹൈറ്റിൽ അത് വളർന്നു. അപ്പൊ ഇതിൽ നിന്ന് മക്കൾക്ക് എന്താ മനസ്സിലായത്? ആ കർഷകൻ എഫേർട്ട് എടുത്തു. ചുറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ കൊണ്ട് അത് പറ്റില്ല, നീ അത് വിട്, നീ വെറുതെ എന്തിനാണ് റിസൾട്ട് ഇല്ലാത്ത സാധനത്തിന് പണി എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും അയാളെ ഫൂളിഷ് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കർഷകൻ അതൊന്നും കേൾക്കാതെ താൻ എന്താണോ എഫേർട്ട് ചെയ്യുന്നത്, ഒരു സമയത്ത് അദ്ദേഹത്തിന് അതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിൽ അയാൾ അത് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും. പഠന കാര്യത്തിൽ ഒരു കോംപ്രമൈസും വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന ഓരോ സബ്ജക്റ്റും ഇഷ്ടത്തോടെ പഠിക്കുക. ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എന്തായാലും അതിനൊരു റിസൾട്ട് കിട്ടും. ബാക്കി നമ്മുടെ ചുറ്റും പറയുന്ന കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിനൊക്കെ ഇഗ്നോർ ചെയ്യുക, അതിനൊക്കെ അവഗണിക്കുക. ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തായാലും അതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിൽ മക്കൾ എല്ലാവരും മൂവ് ചെയ്യുക. ഇത് പഠിക്കാനുള്ള സമയമാണ്. ഈ പഠിക്കേണ്ട പ്രായം നല്ല രീതിയിൽ തന്നെ മക്കളെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് മക്കൾക്ക് എല്ലാവർക്കും കിട്ടും. ഇനി വരുന്ന നമ്മുടെ പബ്ലിക് എക്സാം, നമ്മുടെ എക്സാം വിന്നറിനൊപ്പം മക്കൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം വിന്നറിനൊപ്പം പഠിക്കാം. നമുക്ക് ഫുൾ സെറ്റ് ആയിട്ട് എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ വിചാരിച്ചതിൽ കൂടുതൽ മാർക്ക് വാങ്ങാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്.